ഇടുക്കി മലങ്കര ഡാമിൽ രാസമാലിന്യം കണ്ടെത്തി. സമീപത്തെ ഫാക്ടറികളിൽ നിന്നാണെന്നാണ് സംശയം. 3 ജില്ലകളിലെ ജലസേചന പദ്ധതികൾക്ക് ആശ്രയമാണ് മലങ്കര ഡാം. പോലീസും പഞ്ചായത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് 3 ജില്ലകളിൽ കുടിവെള്ളം ഒരുക്കുന്ന ഒരു ഡാമിൽ ഇത്തരത്തിൽ രാസമാലിന്യം കലരുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ മാലിന്യം? എന്തായാലും ആശങ്ക ആളുകൾക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ മലങ്കര ജലാശയത്തിൽ ഈ രാസമാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. വെള്ളത്തിന് മുകളിൽ ഓയിൽ പരന്ന രീതിയിൽ ഈ രാസമാലിന്യം കാണുകയായിരുന്നു. തുടർന്ന് ആളുകൾ ഈ പഞ്ചായത്തിലും പോലീസിലും എല്ലാം തന്നെ വിവരം അറിയിച്ചു. ഇതിനുശേഷമാണ് വിശദമായ പരിശോധനകൾ നടന്നിട്ടുള്ളത്. ഇതിന്റെ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. 3 ജില്ലകളിലെ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്നതാണ് മലങ്കര ഡാം. അതോടൊപ്പം തന്നെ ഈ മലങ്കര ഡാമുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളും ഈ വെള്ളം ഉപയോഗിച്ച് നിരവധി മറ്റു പ്രവർത്തനങ്ങളും മിനറൽ വാട്ടർ ഉൾപ്പെടെ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ രാസമാലിന്യം കലർന്നത് സമീപത്തെ ഫാക്ടറികളിൽ നിന്നാണ്. ഏകദേശം 2ഓളം ഫാക്ടറികൾ, പ്ലൈവുഡ് ഫാക്ടറികൾ ഈ ഡാമിന്റെ സമീപത്തായി ഉണ്ട്. ഇവിടെ നിന്നുള്ള മാലിന്യം ഈ ഡാമിലേക്ക് ഒഴുക്കിയതാണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പോലീസും പഞ്ചായത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുബിൻ, ഒരു സംശയം, ഇപ്പോഴും ഇവിടെ നിന്നുള്ള ജലം ഈ പറയുന്ന പദ്ധതികൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ നിർത്തലാക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? നിലവിൽ ജലസേചന പദ്ധതികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ പരിശോധന നടത്തിയതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നമില്ല എന്ന് കണ്ടെങ്കിൽ മാത്രം തുടർ നടപടികളിലേക്ക് കടക്കാം, അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് ഉപയോഗിക്കാം എന്നൊരു തരത്തിലേക്കാണ് നിലവിൽ തീരുമാനങ്ങൾ എത്തിയിട്ടുള്ളത്. നിലവിൽ ജലസേചന പദ്ധതികൾ നടക്കുന്നില്ല.